ഹായ് ഫ്രണ്ട്സ്, ഷാനൂസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പ്ലാവ് നടുന്ന രീതിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. ഈ വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പുതിയതായി നമ്മൾ പ്ലാവ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈർപ്പമുള്ള സ്ഥലത്ത് കുഴിയെടുക്കുക. കുഴി ഇന്ന അളവ് എന്നില്ല, നമ്മുടെ തൈ എടുത്തു വയ്ക്കാൻ പാകത്തിനുള്ള കുഴിയായിരിക്കണം. കുഴിയെടുക്കുമ്പോൾ ഇളക്കമുള്ള മണ്ണാണെങ്കിൽ പ്ലാവിൻ്റെ വേര് വേഗം മണ്ണിലിറങ്ങി പെട്ടെന്ന് വളർച്ചയുണ്ടാകും. ഇപ്പോൾ കുഴി ഏകദേശം റെഡിയായിട്ടുണ്ട്. നമ്മുടെ പ്ലാവിൻ്റെ തൈ ഇറക്കി വയ്ക്കാൻ പാകത്തിനുള്ള കുഴിയാണ്. ഇനി നമുക്ക് ഈ എടുത്ത കുഴിയിൽ ചാണകപ്പൊടിയാണ് ഇടേണ്ടത്. ചാണകപ്പൊടിക്ക് ഇത്ര അളവ് എന്നില്ല, എത്രത്തോളം ഇടണോ അത്രത്തോളം നല്ലതാണ്. ഞാനിവിടെ 1 കിലോ ചാണകപ്പൊടിയാണ് ഇടുന്നത്. ചാണകപ്പൊടി മഴ കാരണം ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് പച്ച ചാണകമാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇവിടെ നല്ല മഴയാണ്, അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മഴയായതുകൊണ്ട് ഉണങ്ങിയ ചാണകപ്പൊടി കിട്ടാത്തത് കൊണ്ട് ഞാൻ പച്ച ചാണകമാണ് ഇടുന്നത്. ഞാനിപ്പോൾ ഈ കുഴിക്കായിട്ട് എടുത്തേക്കുന്ന 1 കിലോ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി കുഴിയുടെ എല്ലാ വശത്തേക്കും വിതറി കൊടുക്കുക. വിതറിയതിന് ശേഷം എത്രത്തോളം ചാണകം ഇടുന്നോ അത്രത്തോളം നല്ലതാണ്. 5 കിലോ ആയാലും ഒരു പ്ലാവിന് 5 കിലോ ചാണകം ഇട്ടാലും കുഴപ്പമില്ല. എത്രത്തോളം ഇടണോ അത്രത്തോളം നല്ലതാണ്. 3 വർഷത്തിൽ കായ്ക്കുന്ന പ്ലാവാണ്. നല്ല ആരോഗ്യമുള്ള തൈയാണിത്. ഇപ്പോൾ 2 മാസമായി ഇതിൻ്റെ പ്രായം. തൈ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമുള്ള തൈയാണോ എന്ന് നോക്കി തന്നെ എടുക്കണം. ഇനി നമുക്ക് ഈ തൈയുടെ കവറ് കീറാം. കീറിയതിന് ശേഷം മാത്രമാണ് മണ്ണിൽ ഇറക്കി വെക്കേണ്ടത്. ഇതിൻ്റെ കവറ് കീറുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം വേരുകളൊന്നും അറ്റുപോകാത്ത രീതിയിലും മണ്ണ് പൊടിഞ്ഞു പോകാത്ത രീതിയിലുമാണ് ചെയ്യേണ്ടത്. കാരണം ഈ വളം ചേർത്ത മണ്ണോട് കൂടി തന്നെ നമ്മൾ കുഴിയിൽ വെക്കണം. ഇനി നമുക്ക് കുഴിയിൽ തൈ വെച്ച് കൊടുക്കാം. തൈ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ എടുത്ത കുഴിയുടെ നിരപ്പും അളവും നമ്മുടെ തൈയുടെ അളവും മണ്ണിടുമ്പോൾ ഒരേ ലെവലിലായിരിക്കണം. വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം, സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗത്ത് വേണം കുഴിയെടുക്കാനും ഈ പ്ലാവ് നടുവാനും. കാരണം എന്ന് വെച്ചാൽ ഫംഗസും കാര്യങ്ങളൊന്നും അതിനെ ബാധിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പ്ലാവ് നട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെള്ളം തളിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ച പുല്ലുകൾ വെട്ടി ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കണം. അപ്പോൾ ചുവട് ഒഴിച്ച് വേണം ഇടേണ്ടത്, ചുവടിൽ ഇട്ട് കൊടുക്കരുത്. ചുവടിലിട്ട് കൊടുത്താലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ പുല്ല് ചുവടിൽ കിടക്കുന്നതോടെ അതിൻ്റെ ഫംഗസ് ബാധിച്ച് ഈ പ്ലാവ് നശിച്ചു പോകും. നമ്മൾ സൂക്ഷിച്ചാൽ ആരോഗ്യമുള്ള പ്ലാവിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.